1999 വ്യവസായിയായ വിജയ് മല്യ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞ ശബരിമല ശ്രീകോവിൽ. ശ്രീകോവിലിനൊപ്പം തന്നെ മുന്നിലുണ്ടായിരുന്ന 2 ദ്വാരപാലകരെയും സ്വർണ്ണപ്പാളികൾ കൊണ്ട് വിജയ് മല്യ പൊതിഞ്ഞിരുന്നു. വർഷം ഒരു 10-18 കഴിഞ്ഞപ്പോൾ ആ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായി മാറി. അതാണ് ശബരിമലയിലെ അത്ഭുതം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കാണാതായ സംഭവത്തിൽ നിർണായകമായ ചില കണ്ടെത്തലുകൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. 2018 അറ്റകുറ്റപ്പണികൾക്കായി സ്വർണ്ണപ്പാളി അഴിച്ചെടുത്ത ശേഷം തിരികെ കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായിരുന്നു. പേരിന് സ്വർണ്ണ നിറം അതിൽ പുറത്ത് പൂശിയിരുന്നു എന്ന് മാത്രം. അപ്പോൾ നഷ്ടമായത് വിജയ് മല്യ പൊതിയാൻ നൽകിയ 4 കിലോ സ്വർണമാണ്. ആ 4 കിലോ സ്വർണം ആര് എവിടേക്ക് കൊണ്ടുപോയി? ആരാണ് ആ 4 കിലോ സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റിയത്? അന്വേഷണം നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിലേക്കാണ്. വെറും തട്ടിപ്പുകാരനായ ഒരു നമ്പൂതിരി ബാംഗ്ലൂരിലെ ഒരു ചെറിയ അയ്യപ്പ ക്ഷേത്രത്തിൽ ശാന്തിയായി തുടങ്ങി. അവിടെ ഒരു ബ്ലേഡ് പരിശക്കാരനായി പണം സമ്പാദിച്ച് പിന്നീട് ശബരിമലയിൽ ചില കീഴ്ശാന്തിമാരുടെ ശിങ്കിടിയായെത്തി മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുള്ള കർണാടക, അതുപോലെ ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള അയ്യപ്പ ഭക്തരുമായി ചങ്ങാത്തം കൂടി ശബരിമലയിലെ പ്രധാന സ്പോൺസറാണെന്നുള്ള ഒരു പ്രതീതി അവരിൽ ജനിപ്പിച്ച് വൻതോതിൽ അവരിൽ നിന്ന് പണം പിരിച്ചു ഈ മഹാൻ എന്നാണ് ദേവസ്വം ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത്. ഒന്നോ രണ്ടോ മുൻ ദേവസ്വം പ്രസിഡന്റുമാരുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനായിരുന്നു. അങ്ങനെ 2017-18 കാലഘട്ടം ആവുന്നതോടുകൂടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശബരിമലയിലെ നിത്യ സന്ദർശകനാകുന്നു. അവിടെയുള്ള പ്രധാന ഇടനിലക്കാരനാകുന്നു. അങ്ങനെയാണ് 2018 ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി ഇളക്കി നൽകാനുള്ള ഉത്തരവ് ദേവസ്വം ബോർഡ് നൽകുന്നത്. ആ ഉത്തരവിടുമ്പോൾ പോലും ഇത് സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാണെന്നാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് ഇടുന്ന സമയത്തും അന്ന് ദേവസ്വം മജിസ്റ്ററിലും എഴുതിയിരിക്കുന്നത് ഇത് ചെമ്പുപാളി എന്നാണ്. മുൻ ദേവസ്വം പ്രസിഡന്റ് അനന്തഗോപൻ പറയുന്നുണ്ട്, താൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അവിടെ ദ്വാരപാലക ശില്പങ്ങളെ സ്വർണ്ണപ്പാളി കൊണ്ടാണ് പൊതിഞ്ഞിരുന്നത്. അപ്പോൾ 99 വിജയ് മല്യ ശ്രീകോവിലിനെ സ്വർണ്ണപ്പാളി കൊണ്ട് പൊതിഞ്ഞപ്പോൾ അതേ സമയം അതേ സ്വർണ്ണപ്പാളി കൊണ്ട് തന്നെയാണ് ഇവിടെ ദ്വാരപാലകരെയും പൊതിഞ്ഞത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി നൽകിയപ്പോൾ അതെങ്ങനെ ചെമ്പുപാളികളായി? ആ ചെമ്പുപാളികൾ ചെന്നൈയിലുള്ള ഒരു സ്ഥാപനത്തിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്ന സമയത്ത് വെറും ചെമ്പുപാളികളായിരുന്നു. അവിടെ ഒരു 2019 ഓഗസ്റ്റ് മാസം 29 ആ ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഈ ചെമ്പുപാളികൾ എത്തുന്നത്. അതിനും 1 മാസം മുമ്പാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ സ്വർണ്ണപ്പാളികൾ ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ 1 മാസം ഈ സ്വർണ്ണപ്പാളികൾ എവിടെയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സൂക്ഷിച്ചിരുന്നത്? ആ സമയത്ത് സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായി മാറിയത് എങ്ങനെ? ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡാണ്. തിരികെ എത്തിച്ചപ്പോൾ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായി മാറിയിട്ടും ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരോ ഭരണസമിതിയോ അത് ആരും അറിയാതെ രഹസ്യമാക്കി വെച്ചു. പിന്നീട് മഹസറി പോലും അത് എഴുതി തയ്യാറാക്കില്ല. അപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ വിറ്റ് കിട്ടിയതിൻ്റെ ഭീമമായ തുക പലർക്കായി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വീതിച്ചു നൽകിയെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇത് കൂടാതെ തന്നെ ശബരിമല അന്നദാനത്തിന് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിലെ ധനികരായ ഭക്തരിൽ നിന്നും വൻതുക ഇയാൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പേരിന് ഒരു ദിവസത്തെ അന്നദാനത്തിന് 6 ലക്ഷം രൂപ മാത്രം ദേവസ്വം ബോർഡിലേക്ക് അടയ്ക്കും. ഈ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണിക്കായും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മറ്റ് ധനികരായിട്ടുള്ള ഭക്തരിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്. ഈ പണത്തിന്റെ ഒരു തുക അത് വിവാദമാകാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് 6 പവന്റെ ഒരു സ്വർണ്ണമാല മാളികപ്പുറത്ത് അമ്മയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതും ദേവസ്വം അറിയാതെ, ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാതെ അവിടുത്തെ ശാന്തിമാർക്ക് നേരിട്ട് നൽകുകയായിരുന്നു. ഇതും ദേവസ്വം ബോർഡ്, ദേവസ്വം വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഭൂലോക തട്ടിപ്പുകാരനാണ് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇത്രയും തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞിട്ടും കഴിഞ്ഞ ദിവസങ്ങൾ വരെ 2025 പോലും അവിടെയുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഏൽപ്പിക്കാൻ തക്ക തരത്തിൽ
ഇയാൾക്ക് ഇപ്പോഴും ശബരിമല ആസ്ഥാനത്തും ശബരിമലയിലുമൊക്കെ സ്വാധീനമുണ്ട് എന്ന് ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കുന്നു. അപ്പോൾ ഓരോ കാലഘട്ടം കഴിഞ്ഞ് വരുന്ന ദേവസ്വത്തിന്റെ ഭരണസമിതിയെയും അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെയും ഒക്കെ സ്വന്തം പോക്കറ്റിലാക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക ഡീലിംഗ് ആണ്, സാമ്പത്തിക ഇടപാടാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ശബരിമലയിലെ ഭക്തർക്കും ശബരിമലയിലെ ശാന്തിമാർക്കും പൂജാരിമാർക്കും ഇടയിലെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കും ഇടയിലെ ഒരു ഇടനിലക്കാരൻ, പക്ക ബ്രോക്കർ ആയിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായി തന്നെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമലയിലെ ദല്ലാളാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ശബരിമലയിലെ ഈ ദല്ലാളിന്റെ കയ്യിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയവരാരല്ല? ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർ മാത്രമാണോ? ദേവസ്വത്തിലെ ഭരണസമിതിയുടെ ആളുകൾ മാത്രമാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയേണ്ടത്. എന്തായാലും കഴിഞ്ഞ 9 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി വിജയന്റെ കാലഘട്ടത്ത് വിശ്വാസ സംരക്ഷണത്തെ ഹനിക്കുക മാത്രമല്ല, ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കുക മാത്രമല്ല, ശബരിമലയിലെ സ്വർണ്ണപ്പണ്ടാരങ്ങൾ പോലും അടിച്ചു മാറ്റിയെന്നും ശബരിമലയെ ശ്രീകോവിലിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ പോലും മോഷണം പോയി എന്നും അവ പോലും കൊള്ള ചെയ്തുവെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.